നമ്മുടെ കുഞ്ഞുമക്കള് അവരുടെ ഉപ്പമാര് ജോലി കഴിഞ്ഞു വരുന്നവരെ കാത്തു നിൽക്കും. എന്നിട്ട് അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു കുട്ട നിറയെ പരിഭവങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. എന്നെ ഉമ്മ അടിച്ചു, അല്ലെങ്കിൽ എന്നെ ഉമ്മ വഴക്ക് പറഞ്ഞു, എന്നെ ഉമ്മ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉപ്പമാര് പറയും, നീ എന്തിനാ മോനെ വഴക്ക് പറഞ്ഞേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ വഴക്ക് പറയരുതേ എന്ന്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടിയെ അടിക്കരുതേ എന്ന്? എന്നിങ്ങനെ പറയും. ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കിങ്ങാണ്ട് ഒരു ചിരിയുണ്ട്, ഞാൻ വിജയിച്ചല്ലോ എന്നുള്ളൊരു ഭാവം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റായ കാര്യമുണ്ട്. ആ കുഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടായിരിക്കാം ആ ഉമ്മ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കുഞ്ഞിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ കുഞ്ഞെന്ന് വിചാരിക്കുന്നറിയോ, ഞാൻ ചെയ്തതാണ് ശരി, ഉമ്മ ചെയ്തത് തെറ്റാണ്. അവിടെ ഉമ്മ എന്ന് പറയുന്നത് ഒരു വില്ലത്തി കഥാപാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് ഉപ്പയുടെ ഉമ്മ വന്ന് പറയുമ്പോൾ ഉപ്പ ചോദിക്കാണ്, എന്തിനാ നിന്നെ ഉമ്മ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ മോൻ പറയാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ടാണ് ഉമ്മ എന്നെ അടിച്ചതെന്ന് പറയുമ്പോൾ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മോൻ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഉമ്മ നിന്നെ അടിച്ചേ, അല്ലെ അതുകൊണ്ടല്ലേ ഉമ്മ നിന്നെ ചീത്ത പറഞ്ഞത്, മോൻ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. മോൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉമ്മ നിന്നെ ഒന്നും പറയാറില്ലല്ലോ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഉമ്മ എന്നെ തല്ലിയത്. അവിടെ തെറ്റ് ചെയ്ത് ശരി ചെയ്തെന്നുള്ള കുട്ടിക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഉമ്മയെ അവിടെ ഒരു ചീത്ത കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വില്ലത്തി കഥാപാത്രമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ചിത്രീകരിക്കുന്നുമില്ല. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഭാര്യയെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വില്ലൻ കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ വില്ലത്തി കഥാപാത്രമായിട്ടോ എന്ത് ചെയ്യാൻ പാടില്ല, ചിത്രീകരിക്കാൻ വേണ്ടി പാടില്ല. തെറ്റേത് ശരി ഏത് എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടിക്ക് എന്തിനു പറഞ്ഞു കൊടുക്കണം. തെറ്റിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനും പാടില്ല, ശരിയെ നമ്മൾ വളച്ചൊടിക്കാനും പാടില്ല. കുട്ടികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷെ അവർ തെറ്റ് കാണുമ്പോൾ ആ തെറ്റ് തിരുത്തി കൊടുക്കുക തന്നെ വേണം.